ഒടുവിലായി വന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണത്തിന് തുടങ്ങാം. ഈ പരാതിയും താങ്കൾ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മകനെതിരെ ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒറ്റ വാക്കിൽ അസംബന്ധം എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. എന്താണ് അതിനോട് താങ്കളുടെ ഒരു? അദ്ദേഹം അസംബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മകനോട് ചോദിച്ചിട്ടാണോ പറഞ്ഞതെന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് ചോദിക്കാനുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മകനായിട്ടുള്ള എത്രയോ വർഷത്തെ വാട്സപ്പ് ചാറ്റുകളും എന്തൊക്കെ രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, എവിടെ വെച്ചിട്ടാണ് നമ്മളെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്, എവിടെ വെച്ചിട്ടാണ് ആ പ്രശ്നങ്ങളുള്ള തുടക്കവും കാര്യങ്ങളും, അത്രയും വർഷത്തെ വാട്സപ്പ് ഹിസ്റ്ററിയും, പുള്ളി ഇങ്ങോട്ട് അയച്ച മെസ്സേജും ഞാൻ അങ്ങോട്ട് അയച്ച വോയിസ് മെസ്സേജുകളും പുള്ളിയുടെ മറുപടിയും കാര്യങ്ങളും എൻ്റെ കയ്യിൽ ഇപ്പോഴും എല്ലാ അപ്ഡേറ്റും ഉണ്ട്. ഞാനത് ബാക്കപ്പ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനത് എവിടെയും ഹാജരാക്കാൻ തയ്യാറാണ്. അല്ലാതെ ഞാൻ മാഷിനെ പോലെയുള്ള അത്രയും വലിയൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് ജീവൻ അർപ്പിച്ച ഒരു മനുഷ്യനെതിരെ ഞാനൊരു അനാവശ്യമായിട്ടുള്ള ഒരു പ്രസ്താവന ഇറക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഇതന്നെ ഞാൻ ഇന്നലെ ഇതൊന്നും പ്ലാൻ ചെയ്തതല്ല. ഇന്നലെ വന്ന മാതൃഭൂമിയിൽ വന്ന വാർത്തേൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്നലെ എൻ്റെ ഒരു പ്രോഗ്രാമിന് ഫാമിലി ഫംഗ്ഷന് വന്നതായിരുന്നു. ആ സമയത്ത് ഇന്നലെ നിങ്ങൾ കണ്ടതാണ്. നിങ്ങളെല്ലാവരും വരുന്നു, എൻ്റെ അടുത്ത് നിന്ന് ബൈറ്റ് ചോദിക്കുന്നു. അപ്പോൾ ഞാനത് ചെയ്യാതെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ തിരിച്ചയക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ കൊടുത്തതാണ്. അല്ലാതെ ഞാനിത് പ്ലാൻ ചെയ്ത് വന്നതൊന്നുമില്ല. കാരണം ഞാൻ 2022 കൊടുത്ത കംപ്ലയിൻ്റാണ്. അതുമുതൽ ഈ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അതിനുശേഷം പാർട്ടി കോൺഗ്രസ്സിൽ വെച്ചിട്ട് അദ്ദേഹത്തിനെ പാർട്ടി കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കി. അവിടെയും ഞാൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എവിടെയും പോയിട്ടൊന്നും ആരെയും ചാനലുകാരെ അപ്രോച്ച് ചെയ്തിട്ട് ബൈറ്റ്സ് കൊടുക്കാനോ, എൻ്റെ അടുത്ത് ആകെ വന്ന് നിങ്ങളെ ബൽറാം നെടുങ്ങാടി മാത്രം വന്ന ഒരു ബൈറ്റ്സ് എടുത്തു, അദ്ദേഹത്തിന് മാത്രം ഞാൻ കൊടുത്തു. അവിടുന്ന് അത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. രാജേഷ് കൃഷ്ണയും ശ്യാംജിത്തും തമ്മിലുള്ള ബന്ധം, ഈ കത്ത് പുറത്തു വന്നതിലെ സംശയം, അതായത് താങ്കൾ ഉന്നയിച്ച ആ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു? തീർച്ചയായിട്ടും ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഈ കത്ത് പുറത്ത് വന്ന അന്ന് തന്നെ ഞാൻ ഷ്യാമിന് ആ കത്ത് കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ കൊടുത്തു. എനിക്ക് കോടതി വക്കീൽ നോട്ടീസ് അയച്ച സമയത്ത് ഞാൻ ആ സാധനം ഷ്യാമിന് അയച്ചു കൊടുത്ത ഷ്യാമിൻ്റെ വാട്സപ്പാണിത്. ഓക്കെ, ഷ്യാമിന് അയച്ചു കൊടുത്ത എന്നാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാ 17 ജൂലൈ. എന്നിട്ട് ഞാൻ അതിലൊരു വോയിസ് ക്ലിപ്പ്, കോടതിയിൽ ഇത് ഉണ്ട് എന്ന് മനസ്സിലാക്കിയ സമയത്ത്, അതെ, ഞാനതിൽ ഇങ്ങനെ ഷ്യാമിനെ അയച്ചിട്ട് ഞാൻ പറയുകയാണ്, അതിനകത്ത് വോയിസ് ക്ലിപ്പിൽ പറയുകയാണ് ഇങ്ങനെ ഞാൻ പാർട്ടിക്ക് കൊടുത്ത പേഴ്സണൽ ലെറ്റർ പുള്ളിക്കാരൻ എവിഡൻസ് ആയിട്ട് കോടതിയിൽ കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ മേലിൽ ഇനി വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്നുള്ള ദൈവം കാണട്ടെ എന്നുള്ള രീതിയിലുള്ള എൻ്റെ വോയിസ് ക്ലിപ്പാണിത്. എന്താണ് ശ്യാം അതിൽ മറുപടി? അത് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് പുള്ളി മറുപടി ഒന്നും അയക്കാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി റീഡ് ചെയ്യും, ബ്ലൂടിക്ക് കണ്ടില്ലേ, റീഡ് ചെയ്യും. പുള്ളി മറുപടി അയക്കാനുള്ള ഒരു ചുറ്റുപാടല്ല. കാരണം പുള്ളിക്ക് അയക്കാൻ പറ്റില്ല. മനസ്സിലായല്ലോ? ഇതാണ് അതുമായിട്ട് കൂടുതലൊന്നും പറയാനില്ലല്ലോ. അപ്പോൾ മാഷ അസംബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ അസംബന്ധം പറയാൻ മാത്രം ഞാനൊരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ ഒരു എതിർചേരിയിൽ നിൽക്കുന്ന പാർട്ടി പ്രവർത്തകനോ പാർട്ടി നേതാവോ അല്ലെ പാർട്ടിക്ക് വേണ്ടിയിട്ട് പാർട്ടിക്കെതിരെ ടാർഗറ്റ് ചെയ്യുന്ന ഒരാളോ അങ്ങനത്തെ എനിക്ക് പാർട്ടിയായിട്ട് പണ്ട് കാലങ്ങളിൽ പ്രവർത്തിച്ചെന്നല്ലാണ്. ഞാൻ ഇപ്പോഴും പാർട്ടിയുടെ അനുഭാവിയാണ്. പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ആളാണ്. ഈ കുടുംബം എല്ലാം പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെയുള്ള ഞങ്ങളെ ഒരുപാട് പേര് പാർട്ടിയുടെ വോട്ട്, പണ്ട് കാലത്തെല്ലാം ഇവിടെ വോട്ട് കുറവ്, ഇപ്പോൾ പാർട്ടിക്ക് കൂടുതൽ വോട്ട് ഈ പ്രദേശത്ത്. അങ്ങനെയുള്ള ഒരു ഫാമിലിയിലുള്ള ഒരാൾ ഞാൻ എന്തിനും സ്റ്റേറ്റ് സെക്രട്ടറിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കണം? ഞാൻ പ്ലാൻ ചെയ്തൊന്നുമല്ല. നിങ്ങളെല്ലാം ഇങ്ങോട്ട് വിളിച്ചിട്ട് വന്നതല്ലേ. നിങ്ങളടക്കം എല്ലാവരും ഇങ്ങോട്ട് വിളിച്ച് വന്നതാണ് ഇന്നലെ ആ വാർത്തേൻ്റെ അടിസ്ഥാനത്തിൽ. അതുപോലെ തന്നെ താങ്കൾ 2 വർഷം മുമ്പ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിട്ടുള്ള, അതായത് രാജേഷ് കൃഷ്ണക്കെതിരെ, അതോടൊപ്പം രാജേഷ് കൃഷ്ണ, മറ്റ് മുതിർന്ന CPM നേതാക്കൾ, മുൻ മന്ത്രിമാർ, ഇപ്പോഴത്തെ മന്ത്രിസഭയിലുള്ള MP രാജേഷ് ഉൾപ്പെടെയുള്ളവരുടെ ബിനാമിയാണ്, അത്തരത്തിൽ ഇടപാടുകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പരാതി നൽകിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? സത്യമാണ്, സത്യസന്ധമാണ്. അത് എനിക്കിപ്പോൾ രാഷ്ട്രീയക്കാരുടെ കാശാണ് എൻ്റെ കയ്യിൽ വരുന്നതെന്നുള്ളത് രാജേഷ് എന്നെ തുറന്ന് സമ്മതിച്ച കാര്യമാണ് നമ്മളുടെ അടുത്ത്. ഞാൻ ഈ പേരുകൾ തന്നെ രാജേഷ് കൃഷ്ണ, ഈ പേരുകൾ എന്ന് പറഞ്ഞാൽ MP രാജേഷ് ഒന്നും ഇല്ല. അന്ന് പഴയ മന്ത്രിസഭയിലുള്ള ആൾക്കാരാണ്. കാരണം അന്ന് രണ്ടാം മന്ത്രിസഭ വന്നിട്ടില്ല. അപ്പോൾ ആ സമയത്തൊക്കെ 2018, 19, 20 കാലങ്ങളിൽ ഈ ആൾക്കാരുടെ കാശാണ് ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് പുള്ളി തന്നെ പല രീതിയിൽ ഞങ്ങൾ കൂട്ടായ്മകൾ ഇരിക്കുന്ന സമയത്തൊക്കെ പല രീതിയിലും പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അതുമാത്രം UK ബേസ്ഡ് കമ്പനിക്ക് വേണ്ടി ഇവരുടെ കമ്പനി എന്നല്ല, പുള്ളിക്ക് UK ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് പുള്ളി NRI സ്റ്റാറ്റസ് കീപ്പ് ചെയ്തും കൊണ്ട് ഈ ഫണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നത്. അത് UK കമ്പനി എന്നുള്ളതല്ല. UK കമ്പനീൻ്റെ ഒരു ഇതിൽ വേറെ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. അതിനെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നടപടിയൊക്കെ വന്നതാണ്. അത് വേറെ വിഷയം. അതല്ലാതെ തന്നെ 2016 വരെ, ഞാൻ അന്നും പറയുന്നതിനെ, 2016 വരെ ബെഡ് സ്പേസ് ഷെയർ ചെയ്ത് താമസിച്ച ആൾ ഒരു സുപ്രഭാതത്തിൽ ലണ്ടനിൽ പ്രോപ്പർട്ടി വാങ്ങുന്നു. ഇന്ത്യയിലല്ല, ലണ്ടനിൽ പ്രോപ്പർട്ടി വാങ്ങുകയാണ്. വളരെ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഭാര്യയുള്ളത്. ഇദ്ദേഹത്തിന് വേറെ ഒരു ജോലി കാര്യങ്ങളൊന്നുമില്ല. ഡിപ്പെൻഡിങ് വിസയിൽ പോയ ആളാണ്. ഇപ്പോൾ അവിടെ ഇൻവെസ്റ്റർ വിസയിലാണ് ഉള്ളത്. ഇപ്പോൾ PR ആകാൻ പോവുകയാണെന്ന് കേൾക്കുകയാണ്.
അപ്പോൾ ഇതൊക്കെ എനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ, അവൻ്റെ കൂടെയുള്ള ആൾക്കാർ അവൻ്റെ ഈ തട്ടിപ്പും കാര്യങ്ങളും സഹിക്ക വയ്യ. ഇങ്ങനെ പെട്ടെന്ന് സാമ്പത്തികമായുള്ള ഇത് ഉണ്ടാക്കിയത് ഇവരുടെയൊക്കെ പണമാണ് എന്നതായിരുന്നോ? അത് അങ്ങനെ ക്ലിയർ ആയിട്ട് തന്നെയായിരുന്നു രാജേഷ് കൃഷ്ണ പറഞ്ഞത്? അതെ, എനിക്ക് ഇവിടെ നിന്നുള്ള പല ഡീലുകളും ഞാൻ സെറ്റിൽ ചെയ്യുന്നുണ്ട്. അതിൽ വരുന്ന സിനിമ ഫണ്ടുകളാണ് ഞാൻ സിനിമകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെയുള്ള സെറ്റിൽമെൻറ്റ് അതിൽ ഇപ്പം ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെട്ട ഒരു ഫോട്ടോ ആണ് പുള്ളിൻ്റെത്. CM ലണ്ടനിൽ പോയ സമയത്ത് ഈ മസാല ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അത് പബ്ലിഷ് ചെയ്യാൻ പോയ സമയത്ത് പുള്ളിയാണ് കൈപിടിച്ച് കയറ്റുന്നത്, രാജേഷ് കൃഷ്ണ. അത് പല ചാനലുകളിലും ഇന്നലെ മുതൽ ആ ഫോട്ടോ ഓടുന്നുണ്ട്. ആ ഫോട്ടോ ഏറ്റവും കൂടുതൽ പുള്ളി മാർക്കറ്റ് ചെയ്തൊരു ഫോട്ടോ ആണ്. CM ആയിട്ട് അത്രയും നല്ല ബന്ധമാണ്, അത്രയും നല്ല ബന്ധങ്ങൾ. എൻ്റെ അടുത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്. അതായത് 1-2 യൂണിവേഴ്സിറ്റിൻ്റെ ആൾക്കാരെയൊക്കെ തിരുവനന്തപുരത്ത് CM കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് ഫോറിൻ യൂണിവേഴ്സിറ്റിൻ്റെ ആൾക്കാരെയൊക്കെ ഒരുപാട് കാശ് വാങ്ങി കൊണ്ടുവന്നിട്ട് ബാംഗ്ലൂരിലുള്ള ഒരു യൂണിവേഴ്സിറ്റിൻ്റെ ഓണറെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. എന്നിട്ട് കാശ് വാങ്ങി CM കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള രീതിയിലുള്ള ഉടായ്പകളാണ്. ഇതിൽ നേതാക്കന്മാർക്ക് എത്രമാത്രം പങ്കുണ്ട് എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവരറിഞ്ഞും കൊണ്ടാണോ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. MP രാജേഷിൻ്റെ ഇതിലെ ഇൻവോൾവ്മെൻറ്റ് എങ്ങനെയാണ്? അതെങ്ങനെയാണ് നിങ്ങൾ? MP രാജേഷിൻ്റെ ഞാനിപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇലക്ഷൻ ഫണ്ടിലേക്ക് പുള്ളി എന്തോ പൈസ സഹായിച്ചിട്ടുണ്ട്. അത് MP രാജേഷ് അറിഞ്ഞും കൊണ്ടാണോ? MP രാജേഷ് മത്സരിക്കുന്ന സമയത്ത് ഇദ്ദേഹം അവിടെ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു. അവിടെ ലോഡ്ജ് റൂം എന്തോ എടുത്ത് താമസിച്ചിട്ട് ദിവസങ്ങളോളം കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതിന് നല്ലൊരു എമൗണ്ട് ഇദ്ദേഹത്തിൻ്റെ കിൻഡൻ സെക്യൂരിറ്റി എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ചിലവായിട്ടുണ്ട്. അത് അൺഒഫീഷ്യലായിട്ട് ചിലവായ പൈസയാണ്. അത് MP രാജേഷ് അറിഞ്ഞും കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്കതിന് മറുപടിയില്ല. കാരണം അറിയാത്ത കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. മറ്റൊന്ന്, ഇപ്പോൾ ഈ കത്തും അതോടൊപ്പം തന്നെ ഈ വാർത്തയൊക്കെ പുറത്തു വന്നതിൽ CPM-നകത്ത് തന്നെ ചില മുതിർന്ന നേതാക്കളുടെ ഇടപെടലുണ്ട് എന്ന് പറയുന്നു. അതിലിപ്പോൾ പുറത്തു വന്നൊരു വിവരം, കണ്ണൂരിലെ മുതിർന്ന CPM നേതാവായിട്ടുള്ള EP ജയരാജൻ താങ്കളെ കുറച്ച് ദിവസം മുമ്പ് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഈ കത്തിൻ്റെ വിവരങ്ങൾ ചോദിച്ചിരുന്നു. ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പം നേതാക്കൾ ബന്ധപ്പെടുന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ല. താങ്കൾ ഈ വിവരം അറിഞ്ഞിട്ട് ചോദിക്കാൻ വിളിക്കാം, പല രീതിയിലും വിളിക്കാം, നേതാക്കൾ ബന്ധപ്പെടുന്നില്ല. അപ്പം EP ജയരാജൻ അങ്ങനെ താങ്കളെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നോ? EP അത് നിഷേധിച്ചിട്ടില്ല. ഇല്ല, EP സ്വാഭാവികമായിട്ടും ഞങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട്സ് ഉണ്ട്. പക്ഷേ ഈ വിഷയമായിട്ടൊന്നും EP എന്നെ ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. EP-നെ അങ്ങനെ ഇപ്പോൾ ഇന്നലെ പുള്ളിയുടെ ചിങ്ങം 1-ൻ്റെ വിഷസ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള മെസ്സേജുകൾ വരാമെന്നല്ലാതെ ഈ വിഷയമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടൊന്നുമില്ല. എനിക്കിത് സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാനെന്തിനാണ് ഇത് സംസാരിക്കേണ്ട വിഷയം? ഞാനിത് എവിടുന്ന് ലീക്കായ വിവരം പാർട്ടി സെക്രട്ടറിൻ്റെ മകൻ മുഖേന വേണ്ട ആളാണ്. പാർട്ടി സെക്രട്ടറിൻ്റെ മകനെ ഞാൻ അറിയിച്ചിട്ടുണ്ട്, ഇതിങ്ങനെ ലീക്കായിട്ടുണ്ട്, കേസ് ഇതായിരിക്കണം. പിന്നെ അത് മാത്രമല്ല, ഇത് നിങ്ങളെ മാതൃഭൂമി, മനോരമ, ഏഷ്യാനെറ്റ് ഇവരൊക്കെ റെസ്പോണ്ടൻറ്റുമാരാണ് കേസിൽ. ഞാൻ 1-ാം റെസ്പോണ്ടൻറ്റ്, ഏഷ്യാനെറ്റ് 2-ാം റെസ്പോണ്ടൻറ്റ്, മാതൃഭൂമി 3-ാം റെസ്പോണ്ടൻറ്റ്. അങ്ങനെ കേസിൽ 8-9ഓളം റെസ്പോണ്ടൻറ്റുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ കോപ്പി പോയിട്ടുണ്ട്. ഈ കോപ്പിയിൽ അവസാനത്തെ 30 പേജ് എന്ന് പറയുന്നത് ഈ ലെറ്ററാണ്. പിന്നെ ഞാൻ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പബ്ലിക് ആകപ്പെട്ടല്ലോ. പിന്നെ ഞാനത് പ്രത്യേകിച്ചെടുത്ത് ഒരാടത്ത് പോയി പറയണ്ട. ഇപ്പോൾ നടപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കത്ത് എങ്ങനെ, ഞാൻ ആദ്യം ഈ കത്ത് വന്നപ്പം അശോക് ദവാളയായിട്ടാണ് ബന്ധപ്പെട്ടത്. അദ്ദേഹമാണ് എന്നെ സപ്പോർട്ട് ചെയ്തതും ഈ പോളിറ്റ് ബ്യൂറോ ഇവനെ മാറ്റി നിർത്താൻ കാരണമൊക്കെ ആയത് അദ്ദേഹത്തിനെ ഇതാക്കിയപ്പം ഇത് സ്റ്റേറ്റിൽ നിന്നാണ് പോയിട്ടുണ്ടാവാൻ സാധ്യത എന്നുള്ള രീതിയിൽ എനിക്ക് മറുപടി കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജനറൽ സെക്രട്ടറിക്ക് ഒരു ഒഫീഷ്യൽ മെയിൽ അയച്ചു. ഇമെയിലിൽ ഇങ്ങനെ ഒരു ഞാൻ പേഴ്സണലായിട്ട് കൊടുത്ത സാധനം ലീക്കായിട്ടുണ്ട്, അതൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ആ മെയിലും ഇപ്പോൾ ഇന്നലെ ലീക്കായി എന്നാണ് എനിക്ക് മനസ്സിലായത്.